നമസ്കാരം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കസേര ചൊല്ലിയുള്ള ചർച്ച ഒടുവിൽ ഇന്ന് തിരിശീല വീണു. എന്നാൽ ഈ സംഭവത്തിൽ തെളിഞ്ഞു വന്നത് അധികാരത്തിൻ്റെ അഹങ്കാരവും മറുഭാഗത്ത് പക്വതയും സൗഹൃദത്തിൻ്റെ തിളക്കവുമാർന്ന ഒരു സംഭവമാണ്. മുൻ DGP ആർ ശ്രീലേഖ IPSൻ്റെ കൗൺസിലറായതോടെ ആണ് ഈ ഓഫീസ് തർക്കം തലക്കെട്ടുകൾ എത്തിയത്. ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസ്, അത് രണ്ടും മാത്രമാണ് ഇത് ഉദ്ഘാടനം ചെയ്തപ്പോൾ അനുവദിച്ചിരുന്നത്. ശാസ്തമംഗലം വാർഡ് കമ്മിറ്റി ഓഫീസർ, ശാസ്തമംഗലം കൗൺസിലറുടെ ഓഫീസർ ഗ്രൗണ്ട് ഫ്ലോർ, ഒന്നാം നില ഹെൽത്ത് ഓഫീസർ, കോൺഫറൻസ് ഹാള്, ഇതെല്ലാം കൗൺസിലറുടെയും ശാസ്തമംഗലം വാർഡിന്റെയും നമ്മുടെ ശാസ്തമംഗലം നിയമസഭയുടെ ഹെൽത്ത് ഓഫീസറിന്റെയും ഓഫീസാണ്. അതാണ് ഇപ്പോ കിട്ടാതിരിക്കുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആ ബുദ്ധിമുട്ട് പറയാൻ വേണ്ടി വിളിച്ചതാണ്. MLA ഇത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്നു എന്നാണോ പറയുന്നത്? ഈ സാധാരണ നിലയിൽ പുതിയതായിട്ട് വരുന്ന കൗൺസിലർമാർക്ക് ഒരു മുറി ലഭിക്കും. അങ്ങനെ ഒരു മുറി പോലും ലഭിക്കാതെ ഒരു ചെറിയ മുറിയിൽ പോലും കയറിയിരിക്കാനായിട്ട് ശ്രീലേഖ തയ്യാറായിരുന്നു. എന്നാൽ ഈ അർഹതപ്പെട്ട ഒരാൾക്ക് സൗകര്യപ്രദമായ ഒരു ഓഫീസ് വേണം എന്നൊരാവശ്യം ഉയർന്നപ്പോൾ എല്ലാവരുടെയും കണ്ണെത്തിയത് നിലവിൽ പ്രശാന്ത് ഉപയോഗിക്കുന്ന മുറിയിലേക്കായിരുന്നു. ഈ മുറിയാകട്ടെ വർഷങ്ങളായിട്ട് വാടക പോലും കൃത്യമായി നൽകാതെ ഔദ്യോഗികമായി തനിക്ക് അർഹതയില്ലാത്ത രീതിയിൽ പ്രശാന്ത് കൈവശം വെച്ചിരിക്കുന്ന ഒന്നായിരുന്നു. ഇത് ശരിയായിട്ടും അവിടുത്തെ കോർപ്പറേഷൻ്റെ സ്ഥലമാണ്, കോർപ്പറേഷൻ്റെ ബിൽഡിംഗാണ്. അവർ ആവശ്യപ്പെടുമ്പോൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്. MLA ആകുമ്പോൾ മറ്റേതെങ്കിലും ഓഫീസ് തേടി പോകേണ്ടതാണ്. അങ്ങനെ പോയതുമില്ല. അല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൗൺസിലർമാരുടെ ഓഫീസ് ഉള്ളത്. ഈ കൗൺസിലറുടെ ഓഫീസ് നേരത്തെ LDFൻ്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJPയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം? അപ്പോൾ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അപ്പോൾ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ഈ പദവിയിലും പ്രായത്തിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രീലേഖ IPS അവിടെ നേരിട്ടെത്തുകയും എൻ്റെ സഹോദര തുല്യനാണ്, എൻ്റെ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞാണ് ഊഷ്മളമായി കൈകൊടുത്ത് സംസാരിക്കാനാണ് അവർ തയ്യാറായത്. ഈ സ്വന്തം മകൻ്റെ കല്യാണത്തിന് എത്തിച്ചേർന്നതും അന്നത്തെ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ അവരെ നോർത്തെടുക്കുക പോലും ചെയ്തു. ഒരു മുൻകാല ബന്ധത്തിൻ്റെ ഊഷ്മളത ആ സംഭാഷണത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയും ചെയ്തു. അതെല്ലാം നമ്മളെല്ലാം കണ്ടതുമാണ്. അറിവനുസരിച്ച് ഈ ഒരു കെട്ടിടം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൗൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ VK പ്രശാന്ത് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എൻ്റെ മോൻ്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൗൺസിലർ എൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാനൊരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അതും കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ. എന്നാൽ ഈ സ്നേഹത്തെയും ഓർമ്മകളെയും
ഒട്ടും വില കൽപ്പിക്കാതെയാണ് പ്രശാന്ത് പ്രതികരിച്ചത്. മുൻപ് കണ്ടിട്ടുള്ള ഒരു പരിചയം പോലും ഇല്ലാത്ത മട്ടിൽ യാതൊരു ബഹുമാനവും ഇല്ലാതെ അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റമാണ് പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടത്. ഒരു കസേരയെ ചൊല്ലിയുള്ള വാശി മാന്യതയ്ക്കും മനുഷ്യത്തിനും മുകളിലാണ് എന്ന് പ്രശാന്ത് കണ്ടു എന്നതാണ് വ്യക്തം. ഞാനിവിടെ 7 വർഷമായിട്ട് ഇരിക്കുന്ന അന്ന് ഈ രൂപത്തിലല്ല. അതൊരു തർക്കവും നമ്മളില്ല. ഞാൻ അഭ്യർത്ഥിച്ചതേ ഉള്ളൂ. പ്രശാന്തിന് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാൻ പക്ഷേ ഇവിടെ എൻ്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. 7 വർഷം ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് മേഡം അവിടെ ഇരിക്കുന്നുണ്ടോ? എനിക്ക് വരാനില്ല. ഈ പദവികളൊക്കെ വരുമ്പോൾ ചിലർക്ക് ഭൂതകാലം മറക്കാൻ എളുപ്പമാണ് എന്നാണ് ഇപ്പോൾ ഈ സംഭവം നമ്മൾ കാണുമ്പോൾ ഓർക്കുന്നത്. ഒരു സഹോദരിയെ പോലെ കരുതി അത് സമാധാനമായി സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. ഒടുവിൽ എല്ലാ കോലാഹലങ്ങൾക്ക് ശേഷം ഇന്ന് ഈ സംഭവം വലിയ വാർത്തയായി. അതിനുശേഷം വലിയ കോലാഹലങ്ങളുണ്ടായി. അതിനുശേഷം പ്രശാന്ത് ഇപ്പോൾ ആ മുറി ഒഴിഞ്ഞു കൊടുക്കാനായിട്ട് തയ്യാറായി. വ്യക്തിപരമായി തീരുമാനിച്ചു. കാരണം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള എൻ്റെ കാര്യം. വിവാദങ്ങൾക്ക് നിൽക്കുന്നില്ല. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹം ഇന്ന് തന്നെ മാറും എന്നുള്ളതാണ്. മാന്യതയും സ്നേഹവും കാണിച്ച ഒരു വ്യക്തിക്ക് മുന്നിൽ അഹങ്കാരം അധികകാലം വാഴില്ല എന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക് വേണ്ട എല്ലാ എളിമയും വിനയവും ഒക്കെ ശ്രീലേഖ പ്രകടിപ്പിക്കുകയുണ്ടായി. IPS ഇരുന്ന സമയത്ത് പോലും അവരുടെ എളിമ നമ്മൾക്ക് തന്നെ കണ്ടതാണ്. എപ്പോഴും എല്ലാവരോടും സംസാരിക്കുമ്പോഴൊക്കെ അവർ മാന്യമായി സംസാരിക്കുന്ന, വളരെ നല്ല ഭാഷ മാത്രം ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ വളരെ മാന്യമായിട്ടാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. ഇപ്പോൾ അവരെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉയരുമ്പോൾ പോലും അവർ പറയുന്നുണ്ട്, ഒരു കൗൺസിലറായി മത്സരിക്കുമ്പോൾ തനിക്ക് മേയറാകാൻ കഴിയും എന്ന് അവർക്ക് കൊടുത്ത ഉറപ്പുണ്ട്. അത് അവരെല്ലാവരോടും പറയുന്നു എന്നുള്ളതല്ലാതെ അവരെന്തെങ്കിലും ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ VV രാജേഷിന് അർഹതപ്പെട്ടതല്ല എന്നോ ഒന്നും അവർ പറയുന്നില്ല. അവർ കൃത്യമായി മാറി നിന്ന് കൊടുക്കുകയായിരുന്നു. വേണമെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് മേയറാകാമായിരുന്നു. അപ്പോൾ അതുപോലും ആകാതെ അവർ മാറി നിൽക്കുകയായിരുന്നു. എന്തായാലും അവരുടെ സൗമ്യമായ പെരുമാറ്റം തുടർന്നും അങ്ങനെ തന്നെ ആവട്ടെ. ആ സ്ഥലത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ച് ആ സ്ഥലത്തിന് ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ ശ്രീലേഖ IPSന് കഴിയുമെന്ന് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ. ധാരാളം പദവികൾ അവരെ തേടി ഇരിപ്പുണ്ട്. കാരണം സമർത്ഥയായ ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഒക്കെ അവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയും എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ആ ഉറപ്പ് ഉള്ളത് കൊണ്ടാണല്ലോ അവർ വൻ ഭൂരിപക്ഷത്തോടെ അവിടെ നിന്ന് ജയിക്കാനിടയായത്. എന്തായാലും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഒക്കെ ഉള്ള മറുപടി വളരെ വിനയമായി കൊടുത്ത് അത് തനിക്ക് അർഹതപ്പെട്ടത് പിടിച്ചു വാങ്ങാൻ ശ്രീലേഖയ്ക്ക് കഴിഞ്ഞു എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പുതിയ വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.